ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ചെങ്കൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അവര് പറയണത് വലിയ ശിവലിംഗം എവിടെ? ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായ ചെങ്കൽ മഹാദേവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിവലിംഗം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല ഈ ക്ഷേത്രത്തിലെ സ്വാമികൾ ജനിച്ചപ്പോൾ തന്നെ ജടയോടെ ജനിച്ചു എന്നാണ് ഇവിടുത്തെ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റിയത്. അന്ന് മുതൽ ഈ ക്ഷേത്രം ഇത്രയും വളരെ ഫേമസായി ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇടക്കാലത്താണ് ഈ ക്ഷേത്രത്തിൽ ഈ ശിവലിംഗം, ഇത്രയും വലിയ ശിവലിംഗം വെച്ചിട്ട് ഇത്രത്തോളം ഫേമസ് ആയത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ എത്തി. മഹത്തിന് ഭയങ്കര എക്സൈറ്റായി. ഇത്രയും വലിയ ശിവലിംഗം കണ്ടപ്പോഴത്തേക്ക് മഹത്ത് ഭയങ്കര എക്സൈറ്റായി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ശിവലിംഗത്തിനുള്ളിൽ പോയി കാണാൻ പറ്റും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോയ ദിവസം അന്ന് നേരം കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്ക് അന്ന് അലോഡില്ലായിരുന്നു. അപ്പം ഇവിടെ പോകുമ്പോഴത്തേക്ക് മുന്നേ തന്നെ നിങ്ങളൊന്ന് വിളിച്ച് എത്ര മണി മുതൽ എത്ര മണി വരെ നമുക്ക് ശിവലിംഗത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടത് ഇത് അവിടുത്തെ ഒരു പുരാതനമായ ഒരു വീടാണ്. ആ സ്വാമികൾ ജീവിക്കുന്ന ഒരു വീടാണെന്ന് തോന്നുന്നു. അപ്പം ആ വീടിന് മുമ്പ് നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മളെടുത്തു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു നല്ലൊരു ചൈതന്യം നമുക്ക് തിരുവനന്തപുരം വൈബ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം നല്ലൊരു വൈബ്രേഷനോളം ഫീൽ ചെയ്യാൻ ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു വൈബാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ ശിവലിംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയ ശിവലിംഗം, അതിൻ്റെ ഹൈറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ശില്പം പണി കഴിക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വൈകുന്നേരം സമയത്താണ് വരുന്നതെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ കാക്കയും കുരുവികളും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും മസ്റ്റായിട്ട് ഒരിക്കൽ വിസിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷേത്രമാണ്. താങ്ക് യു.